എന്തിനാണ് ഇങ്ങനെ ഒച്ചണ്ടാക്കുന്നത്? മീരയുടെ ആത്മാവ് എന്നെ ഫോണിലൂടെ വരട്ടുന്നു. ആണോ? എന്താ അമ്മയാണ്? ധൈര്യം ഉണ്ടെങ്കിൽ പാലത്തിന്റെ അടുത്തേക്ക് വാന്ന് എന്നെ വിളിക്കുന്നു. എനിക്ക് പേടിയാവുന്നടാ ശിവനേച്ച. വെറുതെ പേടിച്ചോണ്ടിരിക്കടോ. എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നടരാജനും മീരയും നടത്തുന്ന ഡ്രാമയാണ്. ഡ്രാമയോ? ആരാടാ വിളിക്കുന്നത്? മീരയെ വിളിക്കുന്നത്. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ, ഞാനാ മീരയെ സംസാരിക്കുന്നത്. അതെയോ? അതിനിപ്പോ എന്താ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വേഗം ആ പാലത്തിലേക്ക് വാ. ധൈര്യം വരുന്നടി. ശിവനേശനും അവന്റെ ഫ്രണ്ട്സും ഈ മീരയെ പോലെ തന്നെ പല പെണ്ണുങ്ങളെയും ഇങ്ങനെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഇത് അവര് തന്നെ പറയണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അവന്റെ ഫ്രണ്ടിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അയാളോട് സഹായം ചോദിച്ചത്. അവർ രണ്ടുപേരും എന്നെ സഹായിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ ശിവനേശനും ഫ്രണ്ട്സും അവിടെ വരികയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ അവര് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് അവര് വന്നത്. ഞങ്ങളുടെ തന്നെ ഡ്രാമ കളിക്കുകയാണോ? ഒരു സെക്കൻഡിൽ ഞാൻ തന്നെ പേടിച്ചു പോയി. നിന്റെ പെർഫോമൻസ് അത്രയ്ക്ക് സൂപ്പറായിരുന്നു. എന്തൊരു ആക്ടിംഗ് ആണ് മീര നിന്റേത്. ഞാൻ എന്തെങ്കിലും നിനക്ക് തന്നേ പറ്റുള്ളൂ. എന്തിനാടി അങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കാര്യത്തിൽ തലയിട്ടത് കൊണ്ടാണ് ഞാൻ അവർ രണ്ടുപേരെയും കൊന്നത്. നീ കാണാൻ അവളെ പോലെ ഉള്ളത് കൊണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ? കഴിഞ്ഞു പോയ കല്യാണത്തിന് എന്തിനാടി മേളം കൊട്ടുന്നത്? എന്നെ അവസാനിപ്പിക്കാൻ കരുതി ഇപ്പൊ നിന്റെ കഥ അവസാനിച്ചല്ലോ. ചാവടി. ശിവനേശ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ രക്ഷിക്കടാ. ശിവനേശ, എന്നെ രക്ഷിക്കടാ, എന്നെ കൊല്ലുന്നടാ, എന്നെ രക്ഷിക്കടാ. എടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ പ്ലീസ്. എടാ എന്നെ രക്ഷിക്കാ. ആരാന്ന് ചോദിച്ചില്ലേ? ആരാന്ന്? ആരാന്ന്? ആരാന്ന് പറ. പറയാനാ പറഞ്ഞത്. ആരാ? ആരാ? ആരാന്നല്ല
ഞാൻ ചോദിക്കുന്നത് പറ. ആരാ നീ? ആരാ? ആരാ? ആരാത്? ആരാ? എന്റെ അമ്മ! എന്നെ തല്ലല്ലേ! എന്നെ തല്ലല്ലേ! എന്നെ തല്ലല്ലേ! എന്നെ തല്ലല്ലേ! തല്ലല്ലേ! ആരാ? ആരാ നിങ്ങള്? എന്നെ തല്ലല്ലേ! ഞങ്ങളുടെ പ്ലാൻ ഒന്നും അറിയാതെ തന്നെ മീരയുടെ ആവി ശിവനേശനെ അതേ പാലത്തിൽ വെച്ച് തന്നെ കൊന്നൊടുക്കുകയായിരുന്നു. അവിടെ അവന് ഒന്നും ചെയ്യാനായില്ല. അതിനുശേഷം ഇതുപോലെ പലരെയും മീര അവിടെ വെച്ച് കൊന്നു. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് റിയൽ സ്റ്റോറി പോലെയുണ്ട്. ഇതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇതുവരെ രുദ്രയാണെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നോട് കഥ പറഞ്ഞത്. പക്ഷെ നീ എൻ്റെ രുദ്ര അല്ല. നിന്റെ അടുത്തുള്ള എല്ലാവരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? അവരോട് പോവാൻ പറ. ഇവര് പോയി എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുമെന്ന്. എന്നാ അതും കൂടി എനിക്ക് കാണണം. ഞാൻ പോവാ. കാരണം നീ രുദ്ര അല്ല. ഞാൻ ചെന്ന് മീരയോട് പറയാം. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. ഹലോ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നിൽക്കൂ. നീ എന്റെ രുദ്ര അല്ല, അതുകൊണ്ട് ഞാൻ പോവാ. എനിക്കറിയാം നീ രുദ്ര അല്ലെന്ന്. നീ രുദ്ര അല്ല. ഈ പ്രോജക്റ്റിന്റെ ക്ലൈമാക്സ് എന്താ? പിശാച് ഉണ്ടോ ഇല്ലയോ? ഇതേ വേൾഡ് വൈഡ് റിസർച്ചിൽ തന്നെയാണ് ഉള്ളത്. ഇതിന് നമുക്കെങ്ങനെ ഉത്തരം പറയാൻ കഴിയും? എന്തിനൊരു ഉത്തരം വേണ്ടേ? നീ എന്താ പറയാൻ പോകുന്നത്? ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കുണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്കില്ല. ഇത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു മാസം പിശാചിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് കാട്ടിൽ അലഞ്ഞിട്ട് എനിക്കിപ്പോ 2 വയസ്സ് കൂടിയതുപോലെയുണ്ട്. 2 വയസ്സ് കൂടിയതുപോലെയല്ല, അസല് പ്രേതത്തെ പോലെയുണ്ട്. എന്തിനാടാ നിർത്തിയത്? നീ ഒന്ന് മുന്നിൽ നോക്കടാ. മുൻപിലെന്താ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലേ? അവിടെ മീര നിൽക്കുന്നടാ. മീരയോ? എവിടെയാടാ? നിനക്ക് കാണുന്നില്ലേ? ദാ നിൽക്കുന്നടാ. എന്താടാ പിശാചിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നീ പേടിക്കുവാണോ ഇപ്പൊ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. മീര ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് നീ പറയുന്നത്? സീരിയസ് ആയിട്ട് പറയണോ അല്ല കോമഡി പറയണോ? രാത്രിയിൽ നട റോഡിൽ നിർത്തിയിട്ട് മിണ്ടാതിരിക്കടാ. അവിടെ കരയുക. നീ ആദ്യം വണ്ടി എടുക്കടാ. എടാ സുരേന്ദ്ര, എടാ വണ്ടി എടുക്കടാ. അവിടെ ഒന്നും ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ നീ ആദ്യം വണ്ടി എടുക്കടാ. ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് വണ്ടി എടുക്കടാ. നീ ആദ്യം ഇറങ്ങിക്കേ.